PTA മീറ്റിംഗ് ആയിരിക്കുന്ന വിചാരിച്ചത്, ഇപ്പൊ പ്രിൻസിപ്പൾ ആണല്ലോ. ഇപ്പൊ മനസ്സിലാവുന്നില്ലേ വലിയ വിഷയമാണെന്ന്. തന്റെ മോനെ പറ്റി തന്നെ എല്ലാം പറയാനുള്ളത്. ലഹരി ഉപയോഗിച്ച കേസ് വരുന്നുണ്ട്. അയ്യോ, ചായ കുടിക്കാതെ, ബാക്കി ഞാൻ പറയാം. ഓക്കെ സാർ. ഹായ്, മസാല ചായ. മസാല ചായ ഹാൻഡ്സ് എടുത്ത് കളഞ്ഞിട്ട് കുടിക്കച്ചാ. എന്ത് സംഭവം എന്താണ്? ഒന്നുമില്ല, സാർ പറഞ്ഞോ. തന്റെ മോനെ പറ്റി കോളേജിലെ എല്ലാവർക്കും, ഈവൻ സ്റ്റുഡൻസിന് പോലും മോശം അഭിപ്രായം ഉള്ളത്. സാർ, കോളേജ് ലൈഫ് അല്ലേ സാർ, ഇപ്പോഴല്ലേ ഇങ്ങനത്തെ തോന്നിയാസൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ. അതൊക്കെ അങ്ങനെ ആ മൈൻഡിൽ വിട്ടാൽ മതി. അടിപൊളി, നല്ല ബെസ്റ്റ് ന്യായം. താനൊക്കെ ഒരു തന്തയാണല്ലോ. ഐ പിറ്റി ഓഫ് യു, ഷെയിം ഓഫ് യു. സാർ, നമ്മൾ ഇംഗ്ലീഷ് ഒന്നും പറഞ്ഞ അങ്ങനെ വരട്ടാൻ നോക്കണം. നമുക്ക് ഇംഗ്ലീഷ് ഒക്കെ അറിയാം. പിന്നെ ഇപ്പൊ സാറ് പാമ്പേഴ്സ് ഇല്ലാതെ സംസാരിച്ചത്. പാമ്പേഴ്സാ? മാന്യത, അത് മാനേഴ്സ്. അതുപോലും പറയാനറിയില്ല, എന്നിട്ടാണ് താൻ ന്യായീകരിക്കുന്നത്. അതെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കാര്യമില്ലല്ലോ സാർ. ഇതൊക്കെ കോളേജ് ടൈമിൽ നടക്കുന്ന നോർമൽ ആയിട്ടുള്ള സംഭവങ്ങളാണ്. കോളേജ് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഓർമ്മകളായിട്ടുള്ളൂ. ശരി, ഓക്കെ, സമ്മതിക്കാം. പഠിക്കാത്തത്, ക്ലാസ് കട്ട് ചെയ്യാത്തത്, അങ്ങനെ എന്ത് വേണമെങ്കിലും ഞാൻ ഒഴിവാക്കാം. പക്ഷെ പെമ്പിള്ളേരുടെ കാര്യത്തിൽ ഇവൻ വായി നോക്കാത്ത ഒരു പെമ്പിള്ളേര് പോലില്ല. ആരെ കണ്ടാലും പേര് നമ്പറും ചോദിക്കാൻ വായി നോക്കി. അതെയോ? എനിക്ക് തോന്നുന്നു ആ സ്വഭാവം നിങ്ങളുടെ നിന്ന് കിട്ടിയതായിരിക്കും. സാർ, എന്റെ അച്ഛനെ പറ്റി അങ്ങനെ അപവാദമൊന്നും പറയരുത്. അങ്ങനെ പറഞ്ഞു കൊടുത്ത എന്നെ പറ്റി. എന്റെ അച്ഛൻ ഇതുവരെ ഒരു പെൺകുട്ടിയും കണ്ടിട്ട് പേരോ നമ്പറോ ചോദിച്ചിട്ടില്ല. പിന്നെ റേറ്റേ ചോദിക്കാറ്.